പെണ്ണുങ്ങൾ സൂക്ഷിക്കണം, ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹു തആല പറഞ്ഞു, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ. വിവരമില്ലാത്ത കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ നടന്ന പോലെ നിങ്ങൾ നടക്കല്ലേ. ശരീരത്തിന്റെ നഗ്നത കാട്ടി, ശരീരത്തിൽ ഇങ്ങനെ അത്രമൊക്കെ വാരി പുരട്ടി, അല്ലേ? എവിടെ വറുതിന് വരുമ്പോഴെന്ന് പറഞ്ഞാലും സഹോദരിമാർക്ക് ഇപ്പൊ അങ്ങനൊന്നുമില്ല. മരിച്ച വീട്ടിൽ പോയാലും ഒരുങ്ങാൻ 1 മണിക്കൂർ അവർക്ക് ഫർളാണ്. എവിടെ പോണെന്ന് പറഞ്ഞാലും ഒരുങ്ങാൻ 1 മണിക്കൂർ ഫർളാണ്. ഏത് സാരി എടുക്കണം, ഏത് ചുരിദാർ ഇടണം, അല്ലേ? എത്ര ഇഞ്ച് പുറത്താക്കണം, എത്ര ഇഞ്ച് അകത്താക്കണം, മുടി എങ്ങനെ ചെയ്യണം, പിന്നെ ഏത് മഫ്തയാ ഇടേണ്ടത്, അല്ലേ? മഫ്ത സംസ്കാരം ഒരു സ്റ്റൈലിന്റെ ഭാഗമാണല്ലോ. ടൂടെക്സ് ഇടുന്നത് ഒരു സ്റ്റൈലായി, ലിപ്സ്റ്റിക് ഇടുന്നത് ഒരു സ്റ്റൈലായി, ഐലൈനർ ഉപയോഗിക്കൽ ഒരു സ്റ്റൈലായി, മഫ്ത കെട്ടൽ ഒരു സ്റ്റൈലായി. ഒരു സ്റ്റൈല് എന്നേ പറയാൻ പറ്റുള്ളൂ. സഹോദരിമാരുടെ കോലം കണ്ടാൽ പറഞ്ഞാൽ എന്താ, അല്ല മുടിയൊക്കെ മുഖത്തൊക്കെ നല്ല പൗഡറൊക്കെ ഇട്ട് പെയിന്റൊക്കെ വാരി പൂശി ഇങ്ങനെ വെളുപ്പിച്ചിങ്ങനെ ചുമപ്പിച്ച് വെക്കുക. എന്നിട്ട് കുറച്ചുകൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടി ഒരു കറുത്ത തുണി എടുത്ത് വരിഞ്ഞങ്ങ് കെട്ടുക. അപ്പൊ കാണാൻ നല്ല ചേല, അല്ലേ? സ്റ്റൈലിന് വേണ്ടിയിട്ടൊരു മഫ്ത. എന്നിട്ട് ഇതുമല്ല ആയിട്ട് ഇറങ്ങിയേക്കുക ആ സഹോദരിമാരെ ഇറങ്ങുക. വ്യാഴാഴ്ച ഞായറാഴ്ച നോക്കി എവിടെയൊക്കെ സിയാറത്തിന് പോകാൻ പറ്റുന്നതായി. സിയാറത്ത് ഇസ്ലാം അനുവദിച്ച, പക്ഷെ എന്താണെന്നറിയോ, ചില മാന്യതകളും മര്യാദകളും സൂക്ഷിക്കേണ്ടതുണ്ട്. ചില മാന്യതകളും മര്യാദകളും സൂക്ഷിക്കേണ്ടതുണ്ട്. അറിയോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കുള്ള റോൾ മോഡൽ, അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ജീവിതം നയിച്ച, ജീവിതം പങ്കുവച്ച, റസൂലുള്ളാഹിന്റെ സ്വകാര്യ നിമിഷങ്ങൾ പോലും അടുത്തറിഞ്ഞ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബർ സിയാറത്ത് ചെയ്യുമായിരുന്നു. ഒരിക്കലും അഫ്ളൽ ഖാസിമി സിയാറത്തിനെതിരല്ല. സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്, സിയാറത്ത് ചെയ്യൽ പുണ്യകർമ്മമാണ്, സിയാറത്ത് ചെയ്യൽ മരണത്തെ ഓർക്കേണ്ടുന്ന കർമ്മമാണ്. അതേ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താവുകയാണ്, റസൂലുള്ളാഹി തങ്ങളെ ഖബറടക്കുകയാണ്. എവിടെയാണ് ആയിഷാന്റെ വീട്ടിനുള്ളിലാ ഖബറടക്കപ്പെട്ടിരിക്കുന്നത്? ഏത് വീട്ടിൽ ആയിഷ താമസിക്കുന്നോ ആ വീട്ടിനുള്ളിലാ റസൂലുള്ളാഹിനെ ഖബറടക്കിയിരിക്കുന്നത്. ആയിഷ സിദ്ദീഖ എപ്പോഴും സിയാറത്ത് ചെയ്യുമായിരുന്നു റസൂലുള്ളാഹിന്റെ ഖബറിനെ, റസൂലുള്ളാഹിന്റെ റൗളയെ. ഏത് കോലത്തിലെന്നറിയുമോ? വീട്ടിലേത് കോലത്തിൽ നിൽക്കുമോ എന്ന് പറഞ്ഞാൽ മുഖം മറയ്ക്കാതെ, കൈമറയ്ക്കാതെ, ശരീരത്ത് അന്യപുരുഷന്റെ മുന്നിൽ ഏതൊക്കെ ഭാഗങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ലയോ ആ ഭാഗങ്ങളൊന്നും മറയ്ക്കാതെ സാധാ വേഷത്തിൽ ആയിഷ സിയാറത്ത് ചെയ്യുമായിരുന്നു. കാരണം ഖബറടക്കപ്പെട്ടത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് എന്ന് മാത്രമല്ല, സിയാറത്ത് ചെയ്യാൻ ആയിഷയ്ക്ക് വീട്ടിന്റെ വെളിയിലേക്ക് ഒരു ചുവട് പോലും വെക്കേണ്ടി വരുമായിരുന്നില്ല. കുറെ നാൾ കഴിഞ്ഞു ആയിഷയുടെ ഉപ്പയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. അബൂബക്കർ സിദ്ദീഖിനെ റസൂലുള്ളാഹിന്റെ തൊട്ടരികിൽ തന്നെ ഖബറടക്കുകയാണ്. അപ്പോഴും ആയിഷ സിയാറത്ത് ചെയ്യുമായിരുന്നു. തന്റെ വീട്ടിന്റെ ഉള്ളിലാ തന്റെ ഭർത്താവ് പ്രിയപ്പെട്ട ഉപ്പയുമാ ഖബറടക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും സാധാരണ വസ്ത്രം ധരിച്ച് ആയിഷ സിയാറത്ത് ചെയ്യുമായിരുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മഹാനായ ഉമറിന്റെ കാലഘട്ടത്തില് ഉമറുടെ രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഉമറങ്ങനെ മരണത്തോടടുത്ത് കിടക്കുമ്പോ മഹാനായ ഉമറിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ആയിഷാനെ കാണാൻ വരികയാണ്. എന്നിട്ട് ആയിഷാനോട് അനുവാദം ചോദിച്ചു, ആയിഷ, എന്റെ ഉപ്പയായ ഉമർ മരിക്കാനടുത്തു. ആയിഷ, എന്റെ ഉപ്പയ്ക്ക് റസൂലുള്ളാഹിന്റെ അടുക്കൽ അടക്കപ്പെടാൻ ആഗ്രഹമുണ്ട് ആയിഷ. എന്നാൽ അത് നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണ്, നിങ്ങൾ അനുവാദം തന്നിട്ടല്ലാതെ അതിന് സാധിക്കില്ല ആയിഷ. ആയിഷ സിദ്ദീഖ പറയുന്നു, ഇബ്നു ഉമർ,
ഞാനത് ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ച സ്ഥലമായിരുന്നു. പക്ഷേ ഉമർ ചോദിക്കുമ്പോൾ നിരസിക്കാൻ പറ്റുമോ? ഉമറിന് വേണ്ടി ഞാൻ ആ സ്ഥലം തന്നിരിക്കുകയാണ്. മഹാനായ ഉമർ വഫാത്താവുകയാണ്. ഉമറിനെ കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ചാരത്ത് ഖബറടക്കുകയാണ്. എവിടെയാണ്? ആയിഷാന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. ആയിഷാന്റെ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. ആയിഷയ്ക്ക് സിയാറത്ത് ചെയ്യാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിന് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോഴും ആയിഷ സിയാറത്ത് ചെയ്യുന്നു. പക്ഷേ എങ്ങനെയെന്നറിയുമോ? ശരീരം മുഴുവനും മറയ്ക്കുന്നു ആയിഷ. തന്റെ ശരീരത്തിന്റെ സൗന്ദര്യം പുറത്തു വരാതെ, തന്റെ ശരീരത്തിന്റെ തടിപ്പോ തുടിപ്പോ വെറുപ്പോ പുറത്തു വരാതെ ശരീരം മുഴുവനും മറയ്ക്കുന്നു ആയിഷ. എന്നിട്ട് ആ ഖബറുകളെ സിയാറത്ത് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഖബറുകളെ സിയാറത്ത് ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ആയിഷ അങ്ങനെ ശരീരം മറച്ചിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ശരീരം മറച്ചതെന്നറിയുമോ? മൂന്നാം തവണ അവിടെ ഖബറടക്കപ്പെട്ടത് മഹാനായ ഉമറുൽ ഫാറൂഖാണ്. ഉമർ ആയിഷാന് അന്യനായ പുരുഷനാണ്. ഉമറിന്റെ മുന്നിൽ ഒരിക്കലും ആയിഷാന്റെ സൗന്ദര്യം വെളിപ്പെടുത്താൻ പറ്റില്ല. ആ ഉമറിനെ ഖബറടക്കിയത് തന്റെ വീടിന്റെ ഉള്ളിലായിരുന്നാലും ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ പരിപൂർണമായും ശരീരം മറച്ചു ആയിഷ. എന്റെ പെങ്ങളെ, നിനക്ക് മാതൃകയാണ്. സിയാറത്തിന് മാതൃകകളുണ്ട്. വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ മാന്യതകളും മര്യാദകളും സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് പടച്ചവൻ പറഞ്ഞത്, വലോ തബർറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. അതാണ് അല്ലാഹു തആല പറഞ്ഞ ശരീരം ഇങ്ങനെ തുറന്നിട്ട് നടക്കട്ടെ. ആയിഷ സിദ്ദീഖ സിയാറത്ത് ചെയ്തു. എങ്ങനെയാ? ഉമറിനെ അടക്കപ്പെട്ടു. ഉമർ ഖബറിനുള്ളിലാ, വീട്ടിൽ നിന്ന് പുറത്തേ ഇറങ്ങണ്ട, സ്വന്തം വീട്ടിനകത്താ. എന്നിട്ട് പോലും ഖബറിനുള്ളിൽ കിടക്കുന്ന ഉമറിനെ ആയിഷ സിദ്ദീഖ പരിഗണിച്ചെങ്കിൽ, സഹോദരിമാരെ, നിങ്ങൾ ഖബറിനുള്ളിൽ കിടക്കുന്നവരെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഖബറിനുള്ളിൽ പോകാത്ത കുറെ പുരുഷന്മാര് വെളിയിലുണ്ടല്ലോ, അവരെങ്കിലും ഒന്ന് പരിഗണിച്ചൂടെ? ശരീരം ഒന്ന് മറച്ചൂടെ? ശരീരം മറച്ചെന്റെ സഹോദരിമാർക്കൊന്ന് പുറത്തിറങ്ങിക്കൂടെ? നാണും പെണ്ണുമെല്ലാം കൂടിക്കൊടയുക അല്ലേ? ദീനിന്റെ പേരിൽ, സിയാറത്തിന്റെ പേരിൽ എന്തു പറ്റി? സിയാറത്ത് ടൂറാക്കി മാറ്റിയില്ല ഈ സമുദായം. സിയാറത്ത് ടൂറ്. റസൂലുള്ളാഹി പറഞ്ഞു, സിയാറത്ത് ചെയ്യുന്ന മരണത്തെ ഓർക്കും അല്ലേ? എന്തായി? സിയാറത്ത് ടൂറായിട്ട് മാറി. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുക, ഭീമാപ്പള്ളി, കടുവാപ്പള്ളി, കരുനാഗപ്പള്ളി വഴി ഇങ്ങനെ വരിക, വികാരാഞ്ചലൊക്കെ വന്ന് ഒന്ന് ശുദ്ധിയായി ഇങ്ങനെ സിയാറത്ത് എന്നിട്ട് തുടരുക. സിയാറത്ത് ടൂർ. പടച്ചോൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണത്തെ ഓർക്കാനുള്ള സിയാറത്ത് എങ്ങനെയാ സഹോദരങ്ങളെ ഒരു ഉല്ലാസ യാത്രയായി മാറുന്നത്? അതെങ്ങനെയാ? നമ്മൾ ചിന്തിച്ച, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദീനിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദീനുൽ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ മനസ്സിലാക്കാൻ ഈ സമുദായത്തിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നെന്തു പറ്റി? ഖബർ സിയാറത്തിന്റെ പേരിൽ അനാവശ്യമായ അമിതമായ സാമ്പത്തിക ചൂഷണമാണ് ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യാവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ചൂഷണം ഖബർ സിയാറത്ത് അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇന്ന് മഖ്ബറകളിലെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നിലവിളക്കില്ലാത്തൊരു സിയാറത്തുണ്ടോ? നിലവിളക്കില്ലാത്ത മഖ്ബറയുണ്ട്. 99% മഖ്ബറയിലും നിലവിളക്കും. പക്ഷെ നമുക്കറിയോ ഇസ്ലാമിന്റെ വീക്ഷണം എന്താ അവിടെ? ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറയുന്നത്. നീ എല്ലാവരും ഇനി എന്നെ ടെസ്റ്റ് ചെയ്യണ്ട, ആരും എന്നെ മൈക്രോസ്കോപ്പിൽ കയറ്റണ്ട, ഇയാൾ ഏത് ഗ്രൂപ്പുകാരനാവേ, ആരും അതിനുവേണ്ടി കഷ്ടപ്പെടണ്ട. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറയാം. ചോദിക്കാം, ഏത് പണ്ഡിതനോടും ചോദിക്കാം. ഞാനും സിയാറത്തൊക്കെ ചെയ്യുന്ന ആളാണ്. ഇവിടെ വടകര നാദാപുരം ഭാഗത്ത് വന്നപ്പോൾ നാദാപുരം പള്ളിയിൽ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. എത്ര ഔലിയാക്കളുടെ ഖബറുണ്ട്. ഒരു നിലവിളക്കിന്റെ അവിടെ ഉണ്ടാവും. എന്റെ ഇല്ലാത്ത ചിന്തിച്ചിട്ടുണ്ടോ? പോകട്ടെ, ഉണ്ട്. കുഞ്ഞിപ്പള്ളി, വടകരയിലെ മാഹിക്കടുത്ത് കുഞ്ഞിപ്പള്ളിയിൽ അടക്കപ്പെട്ടിരിക്കുന്നതാരാ? കേരള സംസ്ഥാനത്തും ലോകമറിയപ്പെട്ട വിജ്ഞാനത്തിന്റെ മുത്ത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ഉസ്താനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അല്ലാഹു തആല മഹാനുഭാവന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല സങ്കീർണതകളും പ്രശ്നങ്ങളും പരിഹരിച്ചു തരുമാറാകട്ടെ. അല്ലേ? അറിയോ,
ഒരൊറ്റ നിലവിളക്ക് കത്തിക്കാൻ സമ്മതിക്കൂല അവിടെ. നല്ല ഖബറിലൊന്നും തൊടാൻ പോലും പറ്റൂല. ഖബറിലൊന്നും തൊടാൻ പോലും പറ്റൂല. എന്താ കാര്യം? എന്താ? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി രചിച്ച കിതാബുണ്ട്, ഇർഷാദുൽ ഇബാദ് എന്ന കിതാബ്. ആലിം കോഴ്സ് പഠിക്കുന്ന 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന സാധാരണ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ പോലും ഇന്ന് ഇർഷാദുൽ ഇബാദ് എന്ന സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനി റഹിമഹുള്ളയുടെ കിതാബ് പഠിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിച്ച വിശ്വലോകോത്തര പണ്ഡിതനായ മഹാനവറുകൾ പറയുന്നു, മഖ്ബറകളിൽ ആവശ്യമില്ലാതെ നിലവിളക്ക് കത്തിക്കൽ ഹറാം, മഖ്ബറയിൽ തൊട്ടുമുട്ടൽ ഹറാം, ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ ഹറാം, ബറക്കത്തിന് വേണ്ടി ഖബറിന്റെ മുന്നിൽ കുമ്പിടൽ ഹറാം. എന്തിനാ സഹോദരങ്ങളെ ഈ സത്യത്തെ നമ്മൾ മറച്ചു വെക്കുന്നത്? ഹറാമായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതനോട് ചോദിച്ചോളൂ. ഇല്ല എന്ന് പറഞ്ഞാൽ ഇർഷാദുൽ ഇബാദിന്റെ മലയാള പരിഭാഷ വാങ്ങാൻ കിട്ടും, വാങ്ങി നിങ്ങൾ പഠിച്ചു നോക്കിക്കോളൂ. ഇനി ഞാനില്ലാത്ത പറയുന്നതാണെങ്കിലോ, അയാൾ എവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണോ എന്തൊക്കെയോ പറഞ്ഞിട്ടങ്ങ് പോയി. വേണ്ട, നിങ്ങൾ പഠിച്ചു നോക്കിക്കോളൂ. ഇർഷാദുൽ ഇബാദിന്റെ മലയാളം സാധാരണ ഒരു കിതാബാ പറഞ്ഞത്. എത്രയോ വലിയ വലിയ കിതാബുകളിൽ ഈ സംഭവം വന്നിരിക്കുന്നു. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സുന്നത്തി ജമാഅത്തിനൊക്കെ പുറത്താക്കലാണല്ലോ. അതിപ്പോ ആരുടെയൊക്കെ ഒരു കുത്തകയാണ്. സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്താക്കലാണോ? പടച്ചമ്പരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുന്നത്തി ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഇന്ന് സഹോദരിമാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വീണുപോകുന്നത്. സിയാറത്തിന്റെ പേര് പറഞ്ഞ് സഹോദരിമാര് കുന്നുകൂടുക. എന്നിട്ടെന്തായി? അതിന്റെ പേരിൽ അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക, സ്ത്രീ പുരുഷന്മാര് കൂട്ടിമുട്ടുക, യാതൊരുവിധ ലജ്ജയുമില്ലാതെ ശരീരം കൂട്ടിമുട്ടിക്കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ, അത് സിയാറത്താകട്ടെ, കല്യാണമാകട്ടെ, ചന്ദനക്കുട മഹോത്സവമാകട്ടെ, ഏത് പേരിലായാലും അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ ശരീരങ്ങൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന അവസ്ഥ വന്നോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താണ്? റജുലൻ ഖുൻസീറൻ മുതലത്തിഹം ബിദീനിൻ ഔ ഹമിആ خير له من أن يذهب منكبيه ومنكب امرأة لا تحل له. അല്ലാഹുവിന്റെ ഹബീബായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ ശരീരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്ത് പുണ്യത്തിനാണെന്ന് പറഞ്ഞാലും എന്ത് പ്രതിഫലത്തിനാണെന്ന് പറഞ്ഞാലും അങ്ങനെ കൂട്ടിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അതിനേക്കാൾ ഏറ്റവും നല്ലത് റസൂലുള്ളാഹിന്റെ വാക്കുകളാണ്, എന്റെ വാക്കുകളല്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് റജുലൻ ഖിൻസീറാ മുതലത്തിഹൻ ബിദീനിൻ ഔ ഹമിആ. അതേ മലത്തിലും മൂത്രത്തിലും വിസർജ്യ വസ്തുക്കളിലും താമസിക്കുന്ന പന്നിയുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും നികൃഷ്ടമായ ജീവിയായ പന്നിയുണ്ടല്ലോ, സ്വന്തം വിസർജനത്തെ പോലും ഭക്ഷണമാക്കി തിന്നുകളയുന്ന പന്നിയുണ്ടല്ലോ, ആ പന്നിയുടെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് മറിയലാണ് അപ്രകാരം ശരീരം ചേരുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ സഹോദരിമാര് എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് സകല കിംവദന്തികളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ദീനിന്റെ സദസ്സിലേക്ക് തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുകയാണ്, ആദരവോടെ നിങ്ങളോട് പറയുകയാണ്, ഉമ്മ നിങ്ങൾക്ക് സ്വർഗം വേണോ? എന്റെ സഹോദരി നിങ്ങൾക്ക് സ്വർഗം വേണോ? അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കരുത്, ശരീര സൗന്ദര്യം മറച്ചു വെക്കരുത്, അന്യപുരുഷനോടുള്ള മോശമായ ബന്ധത്തെ മാറ്റി വെക്കരുത്. അങ്ങനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആര് നല്ല രീതിയിൽ സംതൃപ്തയായി ജീവിച്ചോ അല്ലാഹു തആല അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് വിശാല വിസ്തൃതമായ സ്വർഗമെന്ന ഖുർആൻ.